ഈ കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ സംഭാവന എന്താണെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നല്ല, നൂറല്ല, ആയിരമല്ല, പതിനായിരക്കണക്കിന് കുട്ടികൾ ഈ ക്ലാസ് മുറികളിൽ ഇടതു കൈയിൽ ഈ ചോദ്യ പേപ്പർ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി വലതു കൈയിന്റെ ചൂണ്ടാണി വിരലു ചൂണ്ടി അധ്യാപകരെ വിളിക്കും, മാഷേ ഈ ചോദ്യ പേപ്പറിൽ ഒരു തെറ്റുണ്ട്, ഗാന്ധിജി ആത്മഹത്യ ചെയ്തതല്ല, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതാണ് എന്ന് പറയുന്ന നല്ല മക്കളെ പറ്റ പതിനായിരക്കണക്കിന് പെറ്റ വയറുള്ള നാടാണ് ഈ കേരളമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെ ജനിക്കണം, ഈ ചെങ്കൊടി തന്നെ പിടിക്കണം. അന്നും വെള്ളക്കാരുണ്ടെങ്കിൽ ഈ കഴുമരത്തിലേക്ക് ഇതുപോലെ വലത് കൈ മുട്ടി ചുരുട്ടി പുഞ്ചിരിച്ച് എനിക്ക് കടന്നു പോകണം എന്ന് പ്രഖ്യാപിച്ച പള്ളിക്കൽ അബൂബക്കറിന്റെ കരുത്തിലാണ് ഈ കേരളം ഉണ്ടായതെന്ന് നീ ഇവിടെ യജമാനന്മാർ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ, അധികാരം നിലനിർത്താൻ മതത്തെ ഉപയോഗിക്കുന്നവരായി ഈ രാജ്യം ഭരിക്കുന്നവർ മാറുമ്പോ അതിനെതിരായി നിലപാടുണ്ടാകണം. ഈ രാജ്യത്തെ തകർക്കുമ്പോ അതിനെതിരായ നിലപാടുണ്ടാകണം. നമ്മുടെ നാടിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും എല്ലാം വെല്ലുവിളിക്കുമ്പോ അതിനെതിരായ നിലപാടുകൾ ഈ നാടിന്റെ തെരുവിൽ ഉയരണം. അങ്ങനെ ഉയരണമെങ്കിൽ ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന് കരുത്തു വേണം. നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ. ഇതിനെല്ലാം ബദല് തീർത്ത് കേരളം നിൽക്കുകയാണ്. കേരളം അഭിമാനകരമായ ഒരു ലോക മലയാളി ജീവിതം ഈ ലോകത്തിനുള്ള അടയാളപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ കേരളത്തെ തകർക്കാൻ നോക്കുന്നത്? അതിനുള്ള കാരണം ഈ കേരളം ലോക ജനങ്ങളുടെ ജീവിതത്തിന്റെ മുന്നിൽ വ്യക്തമായ അടയാളം തീർത്തൊരു സമൂഹമാണ്. ആ മലയാളി സമൂഹം നടന്നു വന്നൊരു വഴിയുണ്ട്. അത് ഇന്ന് കാണുന്ന ഒരു നാട്ടിൽ നിന്ന് വന്നതല്ല. പരശുരാമൻ മഴുവരഞ്ഞുണ്ടായതാണ് കേരളം എന്ന് വിശ്വസിച്ചു പോയൊരു കാലത്ത് നിന്ന് ആ കേരളം വേറെ കേരളമാണെന്ന് തിരിച്ചറിഞ്ഞൊരു നാളുകളിലേക്ക് നാട് നടന്നു വന്നൊരു വഴിയുണ്ട്. മുട്ടിനു താഴെ മുണ്ടുടുക്കാത്തവരും, മീശയ്ക്ക് കരം കൊടുത്തവരും, മാറുമറയ്ക്കാത്തവരും, മലയാളം പറയാത്തവരും, കഴുത്തിൽ കല്ലുമാല ധരിച്ചവരും, പ്രിയപ്പെട്ടവരെ കുടുംബ നീട്ടി വളർത്തിയവരുമായ ഒരു സമൂഹം ജീവിച്ചുപോയ ഈ നാട്ടിൽ നിന്ന് എല്ലാ മതത്തിലും ജാതിയിലും പെട്ട മനുഷ്യൻ ഒരുമിച്ച് നടക്കാനും, ഒരുമിച്ച് പഠിക്കാനും, ഒരുമിച്ച് പറയാനും കഴിയുന്ന ഒരു നാട്ടിലേക്ക് ഈ നാടിങ്ങനെ കടന്നു വന്നൊരു വഴിയുണ്ട്. ആ വഴിക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനൊരു നിറമുണ്ട്. ആ നിറമാണ് നമ്മുടെ ഹൃദയ പതാകയുടെ നിറമെന്ന് ഈ നാടിനറിയാം. പ്രിയപ്പെട്ടവരെ, 57 ഏപ്രിൽ മാസം 5-ാം തീയതി ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായ അധികാരത്തിൽ വന്ന സഖാവ് EMSന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ കാലം മുതൽ ഈ നാട്ടിൽ ഭൂപരിഷ്കരണ നിയമം വന്നു. മിച്ചഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഭൂരഹിതന് വിതരണം ചെയ്തു. വിദ്യാഭ്യാസ ബന്ധ ബില്ല് വന്നു. സമ്പൂർണ്ണ സാക്ഷരത വന്നു. ജനകീയാസൂത്രണം വന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരെ വേരാഴ്ത്തി നിന്നു. നമ്മുടെ നാട് ഇടതടവില്ലാതെ മുന്നോട്ട് പോയി. വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികൾ ജീവിക്കുന്ന നാടായി ഈ കേരളത്തെ പുനരാവിഷ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണമായ വൈദ്യുതീകരണം നടന്ന് വെളിച്ചത്തിന്റെ നാടായി ഈ കേരളത്തെ അടിയുറപ്പിച്ചു നിർത്തി. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പൗരാവകാശമാണ് ഈ രാജ്യത്ത് ആദ്യം പ്രഖ്യാപിക്കുന്ന നാടായി ഈ നാടിനെ മാറ്റി. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന ലോകമാനവികതയുടെ നാടായി ഈ കേരളത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷം അടയാളപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ കേരളം അതിദരിദ്രരില്ലാത്ത നാടായി 2025 നവംബർ മാസം 1-ാം തീയതി കുടുംബശ്രീ കണ്ടെത്തി 64,006 കുടുംബങ്ങളെ ഒരു സർക്കാർ ഏറ്റെടുത്ത് ദരിദ്രരില്ലാത്ത നാടായി ഈ കേരളം ലോകത്തിന്റെ നെറുകയിൽ അഭിമാനത്തിന്റെ കൊടിയുയർത്തുന്ന കാലത്തേക്ക് ഈ നാട് വളർന്നു വന്ന വഴിയിൽ ഈ രാഷ്ട്രീയമുണ്ടെന്ന്, ഈ രാഷ്ട്രീയം ഇങ്ങനെ വേരാഴ്ത്തി ഈ നാട്ടിൽ നിൽക്കുന്നുണ്ടെന്ന്, ഇതിങ്ങനെ വേരോടെ പിഴുതെറിയുക അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിയുന്നവരാണ് ഈ കേരളത്തെ ഞെരുക്കാൻ, ഈ നാടിനെ കൊല്ലാൻ, ഈ കേരളത്തെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോ 2-ാം ഗവൺമെന്റ് കേരളത്തിൽ ഇടതുപക്ഷം. കഴിഞ്ഞ 5 കൊല്ലം, ഇപ്പൊ 2.5 കൊല്ലം, 7-7.5 കൊല്ലായി. ഇപ്പൊ 4 മാസം പെൻഷൻ കുടിശ്ശികയാണ്. അപ്പോഴേക്ക് ചട്ടിയും കാലമൊക്കെ എടുത്തിട്ട് ചിലവർ ഇറങ്ങിയിട്ടുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെ പൊല്ലും പൊലാട്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ മലപ്പുറം ആനക്കയത്ത് വസീഫിന്റെ മണ്ഡലത്തില് ഒരു പരിപാടിക്ക് പോകുമ്പോ അവിടെ മക്കരപ്പറമ്പിൽ ലീഗിന്റെ ജാഥയാണ്. ബാനറിൽ എഴുതിയിട്ടുണ്ട്, കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ പ്രതികരണ ജാഥ. മുദ്രാവാക്യം മുഴുവൻ പിണറായി വിജയന്റെ തന്തയ്ക്ക് വിളിയാണ്. മറ്റൊന്നും പറയണില്ല. കേന്ദ്ര ഭരണാധികാരികൾ, ഇന്ത്യൻ ഭരണാധികാരികൾ ഈ രാജ്യത്ത് കേരളത്തിന് തരേണ്ട അരിവിഹിതം വെട്ടിക്കുറച്ചത്, ഇവിടെ റേഷൻ കടയിൽ കൂടെ അരി തരാതെ മോഡിയുടെ പടം വെച്ചിട്ട് അരി കൊടുക്കുന്നത് ഒന്നും ഇവർക്ക് പ്രശ്നമല്ല.
നമ്മുടെ നാടിനെ തകർക്കുന്ന നിലപാടുകളോട് മുസ്ലിം ലീഗിന് വർത്താനല്ല. വർത്താനം മുഴുവൻ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരാണ്. ഞങ്ങളെ എതിർക്കുന്നവർ, ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ, പിണറായി വിജയന്റെ തന്തയ്ക്ക് വിളിക്കുന്നവർ, ഈ കേരളത്തിനെതിരെ പൊല്ലും പൊലാട്ടും പറയുന്നവർ, വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നവർ ഈ നാട്ടിൽ ജീവിതത്തിൽ ഒരിക്കലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാത്തവരാരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവരോടെല്ലാവരോടുമായി ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അഹങ്കാരമില്ലാതെ അഭിമാനത്തോടെ പ്രിയപ്പെട്ടവരെ, 7.5 കൊല്ലം മുമ്പുള്ള കേരളം ഏതായിരുന്നു? ഇപ്പൊ പെൻഷൻ കുടിശ്ശികയാണ്. 7.5 കൊല്ലം ഒരു കേരളല്ലേ? ആ കേരളം ഏതായിരുന്നു? ഇന്ന് ഞങ്ങളെ എതിർക്കുന്നവർ ഈ നാട്ടിൽ പറയണം. ആ കേരളം 14 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം. ആ കേരളം 18 മുതൽ 24 മാസം വരെ പെൻഷൻ കുടിശ്ശികയായ കേരളം. ആ കേരളം പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും തലച്ചോറും ചോരയും പൊട്ടിയൊഴുകിയ ചെറുപ്പപ്രായമുള്ള കുട്ടികളുള്ള കേരളം. ആ കേരളം സരിത നായരും ശാലു മേനോനും ജോപ്പനും ജിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടി തിമിർത്ത കാലം. അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലം. അവിടുന്ന് എങ്ങനെ ഇങ്ങനെ ഒരു കേരളം ഉണ്ടായത്? അതൊരു രാഷ്ട്രീയ പ്രക്രിയയും പ്രവർത്തനവുമായിരുന്നു. ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ അവസാന കാലം ഈ കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ വന്നു. ആ ജാഥയിൽ പ്രഭാത യോഗങ്ങളിൽ നാടിന്റെ സമസ്ത മേഖലയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു, ഈ കേരളം പ്രിയപ്പെട്ടവരെ വളർച്ചയുടെ പ്രത്യേകമായ ഒരു പാന്താവിലെത്തി നിൽക്കുന്നു. ഈ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വഴികൾ വെട്ടണം, പുതിയ പാതകൾ വെട്ടണം. ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ആശയങ്ങളുണ്ട്. നിങ്ങളുമായി ഞങ്ങൾ ഇത് പങ്കുവെക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളോട് പറയാം. ചെറുപ്പക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, തൊഴിലുറപ്പുകാർ, കുടുംബശ്രീക്കാർ, ചുമടെടുക്കുന്നവർ, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, പ്രിയപ്പെട്ടവരെ, ജീവനക്കാർ, അധ്യാപകർ, കലാ സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ഈ നാടിന്റെ സമസ്ത മേഖലയിലുമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം സംസാരിച്ച് തയ്യാറാക്കിയ ഒരു പരിപ്രേക്ഷ്യം 900 പദ്ധതികളായി ക്രമനമ്പർ ഇട്ട് നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അഭിമുഖീകരിച്ചപ്പോ 91ന്റെ അഭിമാന വിജയവുമായി കേരളത്തിൽ ഇടതുപക്ഷം പ്രിയപ്പെട്ടവരെ ആദ്യ ഗവൺമെന്റ് സഖാവ് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അന്ന് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ, സമയം വൈകി എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന് പെൻഷന്റെ കാര്യമായിരുന്നു. പെൻഷൻ എന്ന് പറയണം 4 അക്ഷരം പറയാൻ ഈ രാജ്യത്ത് കോൺഗ്രസിന് എന്താണ് അധികാരം? RSSനും സംഘപരിവാരത്തിനും എന്താണ് അർഹത? പ്രിയപ്പെട്ടവർ, അന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷം പറഞ്ഞ വാക്കു പാലിച്ചിട്ടുണ്ട്. എന്താ പെൻഷന്റെ ചരിത്രം? ഈ ലോകത്തിന്റെ മുന്നിൽ സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ലാതെ പെൻഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച നാടിന്റെ പേരാ കേരളം. 1980 പ്രതിമാസം 45 രൂപ കർഷക തൊഴിലാളിക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ കേരളം പെൻഷൻ പ്രഖ്യാപിച്ചു. എന്തിനാണ് പെൻഷൻ പ്രഖ്യാപിച്ചത്? അത് ലോകത്തെ മനുഷ്യ സ്നേഹമുള്ള മനുഷ്യർക്ക് ഇടയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഒരു പഠിപ്പിക്കലാണ്. എന്താണ് ആ പഠനം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ കൃഷിക്കളങ്ങളിൽ, വയലേലകളിൽ കൊടും വെയിലും പൊരിമഴയും കൊടും തണുപ്പിനെയും വകവെക്കാതെ മണ്ണിൽ കനകം വിളയിച്ച് പത്തായം നിറച്ച ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുണ്ടല്ലോ, അവർ പണിയെടുത്തത് അവർക്ക് വേണ്ടിയായിരുന്നില്ല, ഈ നാടിന്റെ വയറ് നിറയ്ക്കാനാണ് പത്തായം നിറച്ചതെന്ന് അവരുടെ ജീവിത സായാഹ്നത്തിൽ എല്ലും തോലും ചുക്കിച്ചുളിഞ്ഞ് വീടിന്റെ കോലായിൽ ഒരു മണ്ടനുരുളി പണയം വെച്ചതുപോലെ മക്കൾക്ക് മുന്നിൽ ഒരൗൺസ് കൊട്ടൻ ചുക്കാതി തൈലം വാങ്ങാനും ഒരു 8 ബീഡി വാങ്ങാനും അവരുടെ ആത്മാഭിമാനം പണയപ്പെടരുതെന്ന് അവരെ ചേർത്ത് പിടിക്കുക എന്ന ആധുനിക സമൂഹത്തിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വവും ബാധ്യതയുമാണെന്ന് ലോക മലയാളിയെ, ലോക ജനതയെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് CPIM എന്ന് ഈ നാടിനറിയും. 45 രൂപ പെൻഷൻ 1980 പ്രത്യുൽപാദനപരല്ലാന്നും ചാത്തനും കാളിയും കണ്ടുപിടിക്കുന്നതും ഒക്കെ പറഞ്ഞവർ ഈ നാട്ടിലുണ്ട്. 45 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് ഇപ്പൊ 2024 1600 രൂപ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന നാടാണ് ഈ കേരളം. പ്രിയപ്പെട്ടവരെ, ഈ 1600ലേക്ക് എത്തിയത് 16 തവണ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചാണ്. ഇതിൽ 14 തവണയും ഈ പെൻഷൻ വർദ്ധിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിന് അധികാരത്തിലുള്ളപ്പോഴാണ്. 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപ പെൻഷൻ. അതിൽ വിധവകൾക്ക് പെൻഷനുണ്ട്, ഭിന്നശേഷിക്കാരനുണ്ട്, നമ്മുടെ നാട്ടിൽ കർഷകർക്കുണ്ട്, കർഷക തൊഴിലാളിക്കുണ്ട്, ചുമടെടുക്കുന്നവനുണ്ട്,
നമ്മുടെ നാട്ടിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർക്കുണ്ട്, മോട്ടോർ തൊഴിലാളിക്കുണ്ട്, മത്സ്യത്തൊഴിലാളിക്കുണ്ട്, തോട്ടം തൊഴിലാളിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്, നമ്മുടെ അമ്പലങ്ങളിൽ പൂജിക്കുന്നവൻ, മാല കെട്ടുന്നവൻ, എല്ലാവർക്കും ക്ഷേമ പെൻഷനും അതുപോലെ ക്ഷേമനിധിയുമുള്ള ഒരു നാടിന്റെ പേരാണ് കേരളം. എന്തിനേറെ പറയണം, 50 വയസ്സ് വരെ കല്യാണം കഴിയാത്ത സഹോദരിക്ക് പെൻഷനുള്ള നാടാണ് ഈ കേരളം. പ്രിയപ്പെട്ടവരെ, 1600 രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ 62 ലക്ഷം ആളുകൾക്ക് കരുതൽ വെക്കുന്ന ഒരു നാട് ഈ ലോകത്ത്, ഈ ചെങ്കൊടി പാറണ കേരളമല്ലാതെ ഒരു നാടുണ്ടോ? ഒരു നാടുണ്ടോ? അവിടെ മുസ്ലിം എന്ന് വേർതിരിവുണ്ടോ? അവിടെ ഹിന്ദുവിന് വേർതിരിവുണ്ടോ? അവിടെ സവർണന് വേർതിരിവുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെല്ലാവരെയും ഈ ഗവൺമെന്റ് ചേർത്ത് പിടിച്ചു. ഈ കഴിഞ്ഞ 7.5 കൊല്ലത്തിനിടയിൽ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാൾക്ക് 1,45,000 രൂപ ഈ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. 62 ലക്ഷം ആളുകൾക്ക് ഒരാൾക്ക് 1,45,000 രൂപ വെച്ച് ഈ നാട്ടിലെ ലീഗും കോൺഗ്രസും കണക്കുണ്ടാക്കിയിട്ടൊന്ന് പറയണം. ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ 900 കോടി രൂപ വേണം ഈ കേരളത്തിൽ. പെൻഷൻ കൊടുക്കുമ്പോൾ ചിലർ പറഞ്ഞു നരേന്ദ്രമോദിയുടെ കായാണ്, നരേന്ദ്രമോദിയുടെ പണാണ്, ലീഗും കോൺഗ്രസും BJP ചായക്കടയിൽ നിന്ന് പറയാ. നരേന്ദ്രമോദിയുടെ അല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ പണമുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ. വാർദ്ധക്യ പെൻഷൻ 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർക്ക് ഒരു പെൻഷന് 300 രൂപ, 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 രൂപ. കേരളത്തിൽ കൊടുക്കുന്നത് 1600 ആണ്. 500 രൂപ 80 മുകളിൽ പറഞ്ഞ 80 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ എണ്ണം കുറവാ പോലെ വെച്ചിട്ട് 500 രൂപയാണ് ഈ ചെങ്ങായിമാരെ അവിടുന്ന് പറഞ്ഞതാണ്. ഇവിടെ എല്ലാവർക്കും 1600 രൂപയാണ് പെൻഷൻ. കർഷക തൊഴിലാളിക്ക്, ഞാൻ ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും, കൃഷിക്കാരന് കിസാൻ അഭിമാൻ എന്ന പേരിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു നാടേ ഈ രാജ്യത്തുള്ളൂ. അതിന്റെ പേരാണ് ഈ കേരളം. അങ്ങനെ പെൻഷൻ കൊടുത്തു. ഇപ്പോ പെൻഷൻ കുടിശ്ശികയാണ്. 18 മാസം പെൻഷൻ കുടിശ്ശികയാക്കിയവർ നമ്മുടെ നാട്ടില്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു നാട്ടിലെ ജനങ്ങളോട്, ഞങ്ങൾ അധികാരത്തിൽ വരും, കേരളം ചുവക്കും, ഇടതുപക്ഷം ഭരിക്കും. നമ്മൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മാസം പെൻഷൻ 1000 രൂപയാക്കും. എല്ലാ കൊല്ലവും 100 രൂപ കൂട്ടും. ഇത് കുടിശ്ശികല്ലാതെ വീട്ടിലെത്തിക്കും. ഇത് വലതുപക്ഷത്തിന്റെ വാക്കല്ല, ഇടതുപക്ഷത്തിന്റെ ഉറപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താ പെൻഷന്റെ ഒരു പൂർവ്വകാലം, മറ്റൊരു ചരിത്രം? ഇവിടെ നമ്മളെ എതിർക്കുന്നവർ കോൺഗ്രസിനും ലീഗിന്റെ ഇടയിലുള്ളവരും നമ്മളോട് അനുഭവമുള്ളവരും ഈ പെൻഷന്റെ കാര്യം മനസ്സിലാക്കുന്നവരും ഈ നാട്ടിലുണ്ടാവും. അവരോട് എല്ലാവരോടായിട്ട് ഞങ്ങൾ പറയാണ്, 45 രൂപ ഇങ്ങനെ പെൻഷൻ കൊടുത്ത് തുടങ്ങിയിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ഈ കേരളത്തിൽ പെൻഷൻ വാങ്ങിക്കുന്ന 10-30 ലക്ഷം വരുന്ന ആളുകളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോ കിടന്ന കിടപ്പിൽ എണീക്കാൻ വയ്യാത്ത കിടപ്പ് രോഗി വിരലൊപ്പിട്ട് പെൻഷൻ വാങ്ങിയ നാടാ കേരളം. ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇനി മുതൽ പെൻഷൻ പോസ്റ്റ്മാൻ കൊടുന്നു തരില്ല. ഈ നാടിന് മറക്കാൻ പറ്റുമോ? അവരപ്പോ പെൻഷന്റെ പേരിൽ ഈ നാട്ടില് ഉടുതുണി അഴിച്ച് ചാടാൻ വരുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയാൻ വരെ ചെപ്പക്കുറ്റി മൂളിക്കണം ശരിക്ക്. ഇതാണ് ഇതിന്റെ കാര്യം. പ്രിയപ്പെട്ടവർ, അന്ന് പറഞ്ഞു പോസ്റ്റ്മാൻ കൊടുന്നു തരില്ല. എന്നിട്ട് പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ പോകണം, ആദ്യം അക്കൗണ്ട് തുടങ്ങണം, 50 രൂപ വേണം. ഓട്ടോറിക്ഷ വിളിച്ചു, കൂട്ടിന് പേരക്കുട്ടിനെ കൂട്ടി അവിടെ പോയിട്ട് അക്കൗണ്ട് തുടങ്ങി. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് പറ്റില്ല, നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് വേണം, ആധാർ കാർഡിന്റെ കോപ്പി വേണം, ഇത് ലിങ്ക് ചെയ്യണം. കാനറ ബാങ്ക് പോയി, സ്റ്റേറ്റ് ബാങ്ക് പോയി, ഫെഡറൽ ബാങ്ക് പോയി അക്കൗണ്ട് തുടങ്ങി. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഇത് രണ്ടും പറ്റില്ല. ഇവിടെ കൊളത്തൂര്, ഇവിടെ എന്താ സ്ഥലപ്പേര്, കൊടിയത്തൂര് പഞ്ചായത്തിൽ വരണം, അവിടെ നിന്ന് 600 രൂപയുടെ ചെക്ക് തരാം. മറന്നോ ഈ നാട്ടിലെ ജനം? 600 രൂപയുടെ ചെക്കും വാങ്ങിയിട്ട് അത് മാറാൻ ഇവിടെ നാഷണൽസ് ബാങ്ക് പോയിട്ട് വരി നിന്ന് തലചുറ്റി വീണ വല്യപ്പമാർക്കും വല്യമ്മമാർക്കും ചൂടുള്ള കഞ്ഞിവെള്ളം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM എന്ന് ഈ നാട് മറന്നു പോകരുത്. ഞങ്ങൾ അധികാരത്തിൽ വന്നു ആദ്യത്തെ മാസം പ്രിയപ്പെട്ടവരെ 15,000 മുതൽ ഉള്ള പെൻഷൻ ഈ ആളുകൾക്ക് കൊടുത്തു. ഞാൻ ഒരു സഹകരണ ജീവനക്കാരനാണ്. ഒരു വീട്ടിൽ 45,000 രൂപ ഒന്നിച്ച് പെൻഷൻ കൊടുത്ത അനുഭവം എനിക്കുണ്ട്. ഇവിടെ പലർക്കും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പെൻഷൻ കൊടുത്തു. ഈ കേരളത്തിൽ 5 മാസത്തെ പെൻഷൻ ഇപ്പൊ കുടിശ്ശികണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് ഈ നാട്ടിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയും. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ഈ നാടിനെ തകർക്കാനുള്ള പരിശ്രമം അവർ നടത്തി. പിന്നീട് എന്തൊക്കെ നമ്മൾ കണ്ട് കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ നോക്കൂ. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം, ആരോഗ്യ മേഖലയിൽ മാറ്റം, വികസന രംഗത്ത് മാറ്റം. ഈ കേരളം എല്ലാ മേഖലയിലും മുന്നോട്ട് പോയി. വൈദ്യുതി മേഖലയിൽ മാറ്റം. പ്രിയപ്പെട്ടവരെ, അവര് ഭരിക്കുമ്പോ 7 മണിക്ക് ഇവിടെ കട്ടാച്ച് 7:30 മണിക്ക് ഇവിടെ കട്ടാണ്. സീരിയലിന്റെ കഥ മുഴുമിക്കാനാകാതെ വീട്ടമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വെച്ച കാലാണ്. ഈ കൊടിയത്തൂർ അങ്ങാടിയിൽ ഇപ്പൊ ജീവിക്കുന്ന 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രിയപ്പെട്ടവർ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്താണെന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ? അപേക്ഷിച്ചാൽ അപ്പൊ കറണ്ട് കിട്ടണോ? പണ്ട് കിട്ടിയിട്ടുണ്ടോ?
ഗുണനിലവാരമുള്ള വൈദ്യുതി വരുന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തീകരിക്കുന്നു. ഈ കേരളം വൈദ്യുതോൽപാദന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. കേരളത്തിന്റെ പൊതുവൈദ്യുതി മേഖലയെ തകർക്കാൻ, ഇത് കമ്പനിയാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ അത് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്താൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സാധ്യമാകുന്നു. ആർക്കാണ് നിഷേധം? നിങ്ങൾ വിദ്യാഭ്യാസ മേഖല നോക്കൂ. ഈ കേരളത്തിൽ ഇതുപോലൊരു നാടുണ്ടായത് ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്തിലാണെന്ന് ഈ കേരളം തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഉണക്കമീനും ചകിരിക്കയറും വിറ്റാൽ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഈ നാട്ടിലെ ആളുകൾക്കറിയാം. അക്ഷരം വിറ്റാൽ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞവരാണ് മുസ്ലിം ലീഗ്. ഈ കോഴിക്കോട് എത്ര സ്കൂൾ വിൽക്കാൻ വെച്ചു? കേരളത്തിൽ എത്ര സ്കൂൾ വിൽക്കാൻ വെച്ചു? ആ സ്കൂളുകളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു. 7.5 കൊല്ലത്തിനിടയിൽ 250 സ്കൂൾ കെട്ടിടങ്ങൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കേരളത്തിൽ പണി പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മേഖല തകരാൻ പാടില്ല. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണം. പൊതുവിദ്യാഭ്യാസത്തിന്റെ ശക്തിയിലാണ് ആധുനിക കേരളം ഉണ്ടായത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ജാതിബോധം ഇടിഞ്ഞു വീണത്. അവിടെയാണ് ഈ കേരളം ജനാധിപത്യ കേരളമായി വികസിച്ചത്. അതുകൊണ്ട് പൊതുപള്ളിക്കൂടങ്ങളുടെ മതനിരപേക്ഷ ബെഞ്ചുകൾ നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഊരൂട്ടമ്പലം സ്കൂൾ പഞ്ചമി മെമ്മോറിയൽ സ്കൂളായി ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ അഭിമാനത്തോടെ നിൽക്കുന്നത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടപ്പോഴാണ് 7.5 കൊല്ലത്തിനിടെ 7 ലക്ഷം കുട്ടികൾ അണയുടെ സ്ഥാപനങ്ങളിൽ പേരുവെട്ടി സാധാരണക്കാരന്റെ പള്ളിക്കൂടത്തിലേക്ക് വന്നത്. അത് വെറുതെ വന്നതല്ല. 35 ലക്ഷം കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷകൾ ഒരു നാട് ഈ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് കേരളം. എല്ലാ ജൂൺ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം കൊട്ടും പാട്ടും വർണ്ണക്കടലാസുമായി കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു നാട് ഈ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് കേരളം. 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി യൂണിഫോമും ഭക്ഷണവും പാഠപുസ്തകവും നൽകുന്ന ഒറ്റ നാട് ഈ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് ഈ കേരളം. പ്രിയപ്പെട്ടവരെ, കോവിഡ് കാലത്ത് ലോകമൊക്കെ അടച്ചുപൂട്ടി വീട്ടിലിരുന്നപ്പോ ഡിജിറ്റൽ ഡിവൈസിലൂടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കിയ ഒറ്റ നാട് ഈ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് ഈ കേരളം. പ്രിയപ്പെട്ടവർ, അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മച്ചടിച്ച് കെട്ടുകെട്ടാക്കി കുട്ടികളെ കൈകളിൽ എത്തിച്ചൊരു കാലം ഈ കേരളത്തിൽ ഇടതുപക്ഷ കാലത്തല്ലാതെ ഈ നാടിന് ഓർമ്മയുണ്ടോ? കേരളം പ്രിയപ്പെട്ട മാറി മുന്നോട്ട് പോയി. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് നൽകിയത് എന്ന ചോദ്യത്തിന്റെ അടയാളമാണിത്. നിങ്ങളുടെ ഇവിടുത്തെ MP ഉണ്ടല്ലോ, വന്നിട്ട് കരുവാരുണ്ട് സ്കൂളിൽ സയൻസ് ലാബിന്റെ ഉദ്ഘാടനത്തിന് വന്ന് 3000 കുട്ടികൾ ഇരിക്കുന്ന വേദിയിൽ ഒരു ചോദ്യം ചോദിച്ചു. നിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്താൻ പറ്റിയ കുട്ടികൾ ഇവിടെ ഉണ്ടോന്ന്. ആ കാലം ഏതാണെന്നറിയോ? വയനാട് സർവജന സ്കൂളിൽ ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച കാലം. എങ്ങനെയാണ് നീതി ആയോഗ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മികച്ചതാണെന്ന് പറയുക എന്ന് മനോരമയും മാതൃഭൂമിയും ഉത്കണ്ഠപ്പെട്ട കാലം. സ്കൂളിന്റെ ചുമരിൽ പാമ്പിനിരിക്കാനുള്ള മാളുണ്ട് എന്നും പാമ്പ് കടിച്ച മുറി കണ്ടാൽ ആണി തുളഞ്ഞതാണ് എന്ന് പറയുന്ന മാഷന്മാരുടെ നാട്ടിൽ വിദ്യാഭ്യാസം എങ്ങനെ മികച്ചതാകുമെന്ന് ഉള്ളുപൊള്ളി കോൺഗ്രസും യൂത്തും മൂത്ത കോൺഗ്രസും ലീഗും ഈ നാടിന്റെ തെരുവിൽ ചർച്ച ചെയ്ത കാലം. അന്നാണ് കരുവാരുകുണ്ട് സ്കൂളിൽ, ഈ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കരുവാരുകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ലാബ് ഉദ്ഘാടനത്തിന് ഈ ചെങ്ങായി വന്നിട്ടൊരു ചോദ്യം. നിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് മാറ്റാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? 3000-ലധികം ആളുകൾ ഇരിക്കുന്ന വേദിയിൽ നിന്ന് തലയിൽ തട്ടമിട്ട ഒരു പെൺകുട്ടി എണീറ്റ് നിന്നൊരു നിൽപ്പുണ്ട്. പേര് സഫ മാർവ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെ മധ്യവർഗ തമ്പുരാക്കന്മാർ കഴുത്തിൽ തയ്യും കോട്ടും ധരിച്ചു പോയാലേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന പൊതുബോധത്തിനു മുകളിൽ അമർത്തി ചവിട്ടി ആ കുട്ടി എണീറ്റ് നിന്നൊരു നിൽപ്പുണ്ടല്ലോ. ആ നിൽപ്പിലാണ് ഈ ആധുനിക കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത സംഭാവന എന്താണെന്ന് ഈ മലയാളം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ വരച്ചിട്ടത് എന്ന് നമുക്ക് പറയാനാകും. അത് പറയാതെ ഈ നാടിന് പോകാനാകില്ല. നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന നാട് ഏതാണ്? കേരളം. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന സർക്കാർ ആശുപത്രിയുള്ള ഇന്ത്യയിലെ ഏക നാട് ഏതാണ്? ഈ കേരളം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ എന്തെന്തെല്ലാം പകർച്ചവ്യാധികൾ വന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ 2 തരം പനിയുള്ളൂ. ഒന്ന് പേടിപ്പനി, മറ്റൊന്ന് ജലദോഷത്തിന്റെ പനി. ജലദോഷത്തിന്റെ പനി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കാട്ടുതൃത്താവ് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിന്റെ വേറിട്ടൊരു കഷായം ഉണ്ടാക്കി പുതച്ചു മൂട്ടിട്ടൊരു കിടത്തുണ്ട്. പിറ്റേസ്തിക്ക് പനി മാറും. പേടിപ്പനി വന്ന അടുത്ത കാരണം ഒരിടത്ത് നൂല് കൊണ്ടുപോയിട്ട് മഞ്ഞൾ ഉണ്ടാക്കിയിട്ട് കൈ കെട്ടിട്ടൊരു നടത്തുണ്ട്. പനി മാറുന്നൊരു വിശ്വാസം. ആ കാലത്ത് മാറി ഡെങ്കിപ്പനി, എലിപ്പനി, പക്ഷിപ്പനി, ഇങ്ങനെ പനികൾ, തക്കാളിപ്പനി, വെണ്ടയ്ക്കപ്പനി, പല പനിയും വന്നു. ഇവിടെ ഇങ്ങനെ തൊട്ടടുത്ത് പേരാമ്പ്രയിൽ പനി വന്നു. അങ്ങനെ പനി വന്നപ്പോ എങ്ങനെ ഈ കേരളം പിടിച്ചു വന്നത്?
നമുക്കവിടെ മന്ത്രിമാര് തന്നു, ഉദ്യോഗസ്ഥന്മാര് തന്നു, ജനങ്ങൾക്ക് ധൈര്യം കൊടുത്തു, പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. പള്ളിക്ക് ജുമായ കൂടാൻ പോകരുത്, പള്ളി പെരുന്നാളിന് പോകരുത്, പിറന്നാൾ ഉണ്ടാക്കരുത്, ആഘോഷം കൂടരുത്, വീട്ടിനകത്തിരിക്കണം, ചോറുണ്ടാക്കാനുള്ള സാധനം ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നാടിന് ധൈര്യം നൽകി. പ്രിയപ്പെട്ടവരെ, പ്രാഥമികമായി വാർഡ് തലത്തിലുള്ള ആരോഗ്യ ശുചിത്വ സമിതികൾ മുതൽ മെഡിക്കൽ കോളേജ് MD വരെയുള്ള ആളുകൾ കൈകോർത്ത് നിൽക്കുന്ന ലോകത്തിൽ മാതൃകയായ പൊതുജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തിലും കരുതലിലും ഈ കേരളം മുന്നോട്ട് പോയപ്പോ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിപ്പ വൈറസ് ബാധിച്ച മനുഷ്യരിൽ 2 പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ കേരളത്തിലാണ്. മരണസംഖ്യ കുറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്നാണ് ലോകത്തെല്ലാം തികഞ്ഞ നാടാണെന്ന് നമ്മുടെ നാട്ടിൽ പലരും പറഞ്ഞു വെക്കുന്ന അമേരിക്കയിലെ ഭരണാധികാരികൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി സഖാവ് ശൈലജ ടീച്ചറെയും അമേരിക്കയിലേക്ക് വിളിച്ച് അഭിനന്ദിച്ചു. ലോക മലയാളികളുടെ അഭിമാനം ആകാശത്തോളം ഈ കേരളത്തിലെ ഇടതുപക്ഷം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഈ കേരളം മുന്നോട്ട് പോയി. പ്രളയം കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞു, ഇതെല്ലാം ഈ നാടിന് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രളയം വന്നു, 13 ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ് ഒഴികെ എല്ലായിടത്തും വെള്ളം കയറി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് മുകളിലേക്ക് കയറി മഴവെള്ളം കുടിവെള്ളത്തിന് വായ പൊളിച്ച് മലയാളി നിന്നൊരു സന്ദർഭം ഈ നാടിന് ഓർമ്മയുണ്ട്. കേരളം ഒന്നിച്ചു പിടിച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പള്ളിയിലച്ഛന്റെ മണിയടി കേട്ടുകൊണ്ടല്ല നമ്മൾ ഒരുമിച്ചിറങ്ങണം. ഇത് മലയാളമാണ്, കേരളമാണെന്ന് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കരുത്തുറ്റ വാക്കിലാണ് ഈ കേരളം പിടിച്ചു നിന്നത്, മുന്നോട്ട് പോയത്. ആദ്യത്തെ ആഴ്ചയിൽ പ്രിയപ്പെട്ടവരെ, വീടിന്റെ മുറ്റത്ത് വെള്ളം കയറിയവർക്കുൾപ്പെടെ 10,000 രൂപയുടെ അടിയന്തരമായ സഹായം ഈ കേരളം നൽകി. 11,000 വീടുകൾ തകർന്ന എല്ലാവർക്കും വീട് പുതുക്കി പണിത് നൽകി. ഈ കേരളം അതുകൊണ്ട് നിന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് വള്ളം തുഴഞ്ഞ് വീടിനകത്ത് കുടുങ്ങിയ മനുഷ്യരെ സംരക്ഷിക്കാൻ കടന്നു വന്ന കടലിന്റെ മക്കളെ തിരുവനന്തപുരത്ത് വിളിച്ച് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളാണ് ഈ മലയാളക്കരയുടെ പട്ടാളം. ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല, കടലിന്റെ മക്കളിൽ ശാരീരിക ക്ഷമതയുള്ളവർക്ക് പ്രിയപ്പെട്ടവരെ പ്രത്യേകമായ തീരദേശ സേനയുണ്ടാക്കി അവർക്ക് ജോലി കൊടുത്തു. ഈ കേരളം ഇതാണ് ഇടതുപക്ഷ കേരളം. ആർക്കാണ് നിഷേധിക്കാനാവുക? ഇങ്ങനെ എല്ലാ മേഖലയിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചമായി ഈ കേരളം മുന്നോട്ട് പോയി. കോവിഡ് കാലം നമുക്കറിയാം. എന്താണ് 2 സമീപനം? അന്ന് നമ്മളെ എതിർക്കുന്നവരാരെങ്കിലും ഈ നാട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കറിയുമോ? മറ്റേ ചങ്ങായി പറഞ്ഞ ആകാശത്തേക്ക് ടോർച്ചടിക്കണം, പാത്രം കൊട്ടണം, നിൽക്കണോടത്ത് നിൽക്കണം, ഈ ജാതി പൊളിച്ചു വർത്താനൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന ആൾ പറഞ്ഞു. എന്താ കേരളം പറഞ്ഞത്? കേരളം പറഞ്ഞത് നിങ്ങൾ അകലം പാലിക്കണം, മുഖാവരണം വേണം, വീട്ടിനകത്തിരിക്കണം. വീട്ടിനകത്തിരിക്കണം എന്ന് മാത്രമല്ല, ഒരു ദിവസം പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, നാളെ മുതൽ കേരളം സമ്പൂർണ്ണമായി അടക്കിയാണ്. പ്രായം ചെന്നവർ റോട്ടിലിറങ്ങരുത്, കുട്ടികൾ വരരുത്, പണിക്ക് പോകരുത്, വീടിനകത്ത് അടച്ചിരിക്കണം, കടകമ്പോളങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, ഈ കൊടിയത്തൂരങ്ങാടിയിൽ അന്ന് ജീവിച്ചു പോയ മനുഷ്യരുടെ മനസ്സിൽ ആദ്യ പോലെ പടർന്നു പിടിച്ച ചിന്തകൾ എന്തായിരുന്നു? കിട്ടണ ഉള്ള പൈസയും കിട്ടണ സഞ്ചി എടുത്തിട്ട് അങ്ങാടിയിലേക്ക് ഓടിയിട്ട് കിട്ടണ സഞ്ചിക്ക് അരിയും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ ഞാനും നിങ്ങളും ഉള്ളിൽ വേവലാതിപ്പെട്ടു. ഈ അരി എത്ര കാലത്തേക്കുണ്ട്? കടകൾ ഇനി എന്ന് തുറക്കുമെന്നറിയില്ല, എങ്ങനെ ജീവിക്കുമെന്നറിയില്ല, കുട്ടികൾക്ക് എങ്ങനെ കഞ്ഞി വെച്ചു കൊടുക്കും എന്നറിയില്ല എന്ന് ചിന്തിച്ചു പോരുമ്പോഴും പ്രിയപ്പെട്ടവരെ, സഹജീവി സ്നേഹമുള്ള മലയാളി മനസ്സുകൾ ഒന്നിച്ചു ചിന്തിച്ചു. എന്റെ മക്കൾക്ക് കഞ്ഞി വെക്കാൻ അരി ഉണ്ടെങ്കിലും എന്റെ മകളുടെ കൂടെ തുള്ളിച്ചാടുന്ന അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ അരിയില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് മാത്രം എങ്ങനെ ഞാൻ കഞ്ഞി വെച്ചു കൊടുക്കുമെന്ന് ഉത്കണ്ഠപ്പെട്ട് മലയാളികളാകെ നിന്നുപോയൊരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത് പറഞ്ഞു, അടയ്ക്കുകയാണെങ്കിലും ഈ കേരളത്തിൽ ആരും പട്ടിണി കിടന്നു മരിക്കില്ല. നാടിന് മറക്കാൻ പറ്റുമോ? നിരവധി സഹായം ചെയ്താൽ ഒന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യർക്ക് മാത്രമല്ല വിശപ്പുള്ളതെന്ന്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ നാട്ടിൽ തെരുവിൽ അലയുന്നവർ, കിടപ്പ് രോഗികൾ, നാഴികരി വെച്ച് വിളമ്പാൻ ആളില്ലാത്തവർ, തെരുവിലലയുന്ന മൃഗങ്ങൾ, കാട്ടിലെ കുരങ്ങന്മാർ, അമ്പലത്തിലെ മൃഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇവർക്കെല്ലാം വിശപ്പുണ്ടെന്ന്, ഇവർക്കെല്ലാം കരുതൽ വേണമെന്ന്, പഞ്ചായത്ത് കേന്ദ്രങ്ങൾ അടുക്കള തുറക്കണമെന്ന്, ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കണമെന്ന്, നാളികേരവും ചേനയും ചേമ്പും നാട്ടിൽ നിന്ന് ശേഖരിക്കണമെന്ന്, ഇലവാട്ടി ചോറ് പൊതിയണമെന്ന്, ഒരു നാട്ടു നന്മയായി ഈ നാടിന്റെ നാട്ടിലെ വഴികളിൽ പ്രിയപ്പെട്ടവരെ ചോറ്റുപൊതി കൊണ്ട് ഈ നാടൊന്നാകെ സഞ്ചരിച്ചു പോയൊരു സന്ദർഭത്തിൽ ഈ ലോകത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് മാത്രമല്ല ജീവനുള്ളവയ്ക്കെല്ലാം വിശപ്പുണ്ട് എന്ന് ഈ ലോകത്തോട് പറഞ്ഞ ആ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞു. ഞാൻ വരുന്നത് ശ്രീകൃഷ്ണപുരത്ത് നിന്നാണ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള, ആനത്തറവാടുള്ള നാട്. അവിടെ ആനയ്ക്ക് തലയെണ്ണി റേഷൻ കൊടുത്തു. നമ്മുടെ നാട്ടിൽ സൗജന്യ കിറ്റ് കിട്ടിയപ്പോൾ ലീഗും കോൺഗ്രസും പറഞ്ഞു വോട്ടിനുള്ള കിറ്റാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട് മനസ്സിലാക്കണം, ആനക്കോട്ടില്ല, തെരുവ് പട്ടിക്കോട്ടില്ല,
കാട്ടിലെ കുരങ്ങനെ വോട്ടില്ല, അമ്പലത്തിലെ മൃഗങ്ങൾക്ക് വോട്ടില്ല. പക്ഷെ ജീവനുള്ളവർക്കെല്ലാം വിശപ്പുണ്ട് എന്ന ആ തത്വവും ആശയവും യാഥാർത്ഥ്യവും ഉണ്ടല്ലോ. അതാണ് ഇടതുപക്ഷത്തിന്റെ തെളിമയാർന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞു. അങ്ങനെ കോവിഡ് കാലം കഴിഞ്ഞു, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷം ജനങ്ങളെ അഭിമുഖീകരിച്ചു. 99 അഭിമാന വിജയം ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകി. അന്ന് തുടങ്ങിയതാണ് ഈ ഗവൺമെന്റിനെ തകർക്കാനുള്ള പരിപാടി, ഇപ്പൊ തുടങ്ങിയതല്ല. എന്തെല്ലാം നടത്തി നമ്മൾ മറന്നു പോകരുത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് തന്നെ ഓർമ്മയില്ലാത്ത വിധം അടിമുടിയായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളോട് നിരന്തരം ഓർമ്മപ്പെടുത്തണം. ഈ ഗവൺമെന്റ് വന്ന ആദ്യത്തെ 6 മാസം നമ്മുടെ എത്ര സഖാക്കളെ കൊന്നു? എന്തിനു വേണ്ടിയായിരുന്നു? തൃശ്ശൂരിൽ കൊലപ്പെടുത്തി, കണ്ണൂരിൽ കൊലപ്പെടുത്തി, ഇടുക്കിയിൽ കൊലപ്പെടുത്തി, ധീരജ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയിട്ട് ഈ നാട്ടിൽ എന്തിനായിരുന്നു? മാതൃഭൂമിക്കാരൻ, മനോരമക്കാരൻ അന്തിച്ചർച്ചയിൽ പറഞ്ഞു, ഭരണം നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ കൊല്ലുമ്പോഴും ഈ പാർട്ടി മിണ്ടാതെ നിൽക്കുന്നു. ചായക്കടകളിൽ പറഞ്ഞു, വെയിറ്റിംഗ് ഷെഡിൽ പറഞ്ഞു, 4 ആൾ കൂടുന്ന കവലകളിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ തെരുവിൽ എവിടെയെങ്കിലും 4ഓ 5ഓ കമ്മ്യൂണിസ്റ്റുകാരൊന്ന് തിരിഞ്ഞു നിന്നാൽ, ഈ നാടിന്റെ തെരുവിൽ ഏതെങ്കിലും ഒരു RSSോ സുഡാപ്പിയോ കോൺഗ്രസോ ചോരതുപ്പി വീണാൽ അപ്പോൾ തന്നെ മഷിമുക്കി അച്ചു നിരത്താൻ കമ്മ്യൂണിസ്റ്റുകാരിത അധികാരത്തിന്റെ തണലിൽ അക്രമം നടത്തുന്നു എന്ന് എഴുതി പിടിപ്പിക്കാൻ മനപ്പായസമുണ്ട് നിന്ന മാധ്യമ തമ്പുരാക്കന്മാർക്ക് തെറ്റി. നിങ്ങൾ പഠിച്ചോടത്തല്ല കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചത്. ഈ കേരളം സമാധാനത്തിന്റെ പാതയിലേക്ക് പോയി. അപ്പൊ ഇവരെന്താ ചെയ്തത്? ആദ്യത്തെ വിഷുക്കാലം പാലക്കാട് ജില്ലയിൽ 2 മതത്തിൽപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. എന്തിനു വേണ്ടി? വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ വർഗീയ കലാപം ഉണ്ടാക്കി കേരളത്തിന്റെ രാഷ്ട്രീയം പിടിക്കാൻ പറ്റുമോ എന്ന ഒരു ശ്രമം അവർ നടത്തിയപ്പോ പ്രിയപ്പെട്ടവരെ ജനങ്ങൾ അണിനിരത്തി മുളയിലേ നുള്ളി ഈ കേരളം. അവിടെയും നിന്നില്ല. പിന്നീട് അവരെന്താണ് ചെയ്തത്? ഈ കേരളത്തെ ഞെരുക്കണം, ഇടതുപക്ഷത്തെ അപമാനിക്കണം, അപായപ്പെടുത്തണം, കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റപ്പെടുത്തണം. അതിനവരെന്തെല്ലാം ചെയ്തു? മാധ്യമങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ചു, ഇല്ലാ കഥകൾ മെനഞ്ഞു. നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവർ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു. അന്വേഷണ ഏജൻസികളെ കൈമാടി വിളിച്ചു. ഈ കേരളത്തിന്റെ തെരുവിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കേന്ദ്ര ഏജൻസികൾ ഈ നാടിന്റെ തെരുവിൽ വട്ടമിട്ട് പറന്നു. AI ക്യാമറ വിവാദം വന്നു, ലൈഫ് ഭവന പദ്ധതിയുടെ വിവാദം ഈ നാട്ടിൽ അവർ ഉയർത്തിപ്പിടിച്ചു. കിതാബിൽ സ്വർണം വന്നു, ബിരിയാണി ചെമ്പിൽ സ്വർണം വന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നു, മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറഞ്ഞു, KT ജലീലിനെ കുറിച്ച് പറഞ്ഞു, തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ അന്വേഷണ ഏജൻസികൾ ഈ കേരളത്തെ ആകെ അപമാനപ്പെടുത്താനും അപായപ്പെടുത്താനും കടന്നിട്ടും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 5 കൊല്ലവും ഈ 2.5 കൊല്ലവും 7.5 കൊല്ലം കഴിഞ്ഞു പിണറായിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ പോകുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഈ കേരളം ഇന്ത്യയും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ ചെങ്കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഈ നാടിന്റെ നാട്ടുകളിൽ നടന്നു പോകുന്ന എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യനും അഭിമാനത്തോടെ അഹങ്കാരമില്ലാതെ ഇവരോട് ചോദിക്കാനാകും, നിങ്ങളുടെ അന്വേഷണ ഏജൻസികളും മാധ്യമ പിന്തുണയും വേട്ടയാടലുകളും ഇത്രമാത്രം ഉണ്ടായിട്ടും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ വേണ്ട, ഞങ്ങളുടെ ഒരു മന്ത്രിയെ വേണ്ട, ഞങ്ങളുടെ ഒരു MLA വേണ്ട, ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിനെ വേണ്ട, ഒരു അര കമ്മ്യൂണിസ്റ്റിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ഏജൻസികൾക്ക് ഈ നാട്ടിൽ സാധ്യമായിട്ടില്ല. നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന് ഈ നാടിനറിയും. കാരണം മടിയിൽ കനമില്ലാത്തവരാണ് ഞങ്ങൾ. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയും. കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇനി എന്താ മാർഗം? അപ്പോഴാണ് ഒരു ചെങ്ങായി ഗവർണറാന്നും പറഞ്ഞിട്ട് ഈ നാട്ടിൽ കൂടെ നടക്കുന്നത്. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരാള്. ശരിക്കും ഗവർണർ എന്ന് പറഞ്ഞ സാധനം തന്നെ വേണ്ട നമ്മുടെ അഭിപ്രായം. കാരണം അതൊക്കെ പണ്ടത്തെ ഒരു സാധനമാണ്. എന്തിനാ ഗവർണർ? എന്താ ഗവർണർക്ക് അധികാരം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ടുണ്ട് വെച്ചിട്ട് എല്ലാ കാലത്തും ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സർഗാത്മകമായ സംവാദങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരണം. ഇത് പണ്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രിക്കും MLA-മാർക്കും മുകളിൽ എന്തിനാണ് ഇങ്ങനെ ശമ്പളം പറ്റിയിട്ട് ഇതുപോലുള്ള ചില ലക്ഷണം കെട്ട സാധനങ്ങൾ കൊടുത്തിരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ കാര്യമില്ല. അതുകൊണ്ട് ഇയാളെ പിടിച്ചു, എന്നിട്ട് കുഴപ്പമുണ്ടാക്കി. 10-23 ബില്ലുകൾ ഇങ്ങനെ അവിടെ അട്ടത്ത് വെച്ചിട്ട് ഒപ്പിടാതെ ഞാൻ എന്നെ വലിയ ആളെ വെച്ചിട്ട് മഹാനാപാർട്ടി നാട്ടിൽ നടന്നു. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അവസാനം ഇവിടെയും കൊണ്ട് നിൽക്കില്ലായിരുന്നു. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്താൻ വന്നു, കാവ്യ കലർത്താൻ വന്നു, പലജാതി പ്രശ്നം ഉണ്ടായി. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും പോണില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ കേരളത്തിലെ മനുഷ്യരാകെ ആലോചിക്കേണ്ട ഒരു രാഷ്ട്രീയമുണ്ട്.
ഇപ്പോ വയനാട്ടിലൊരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് SFI എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തെ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കാലം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ കുട്ടികൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തെരുവിലിറങ്ങി പറയുന്നുണ്ട്. അതിൽ 18 പേര് പ്രതികളാണ്. 4 ആളാണ് SFIക്കാർ. 4 ആളെന്നല്ല, ഒരാളും SFIക്കാർ അങ്ങനെ പ്രതികളാകാൻ പാടില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. SFI മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ബാക്കി 14 ആളുകളുടെ പേര് പറഞ്ഞോ, അവരുടെ രാഷ്ട്രീയം പറഞ്ഞോ? അത് പറഞ്ഞില്ല. നമ്മൾ കാണണം. SFI എന്ന് പറഞ്ഞാൽ കൊലയാളികളുടെ പ്രസ്ഥാനമാണ് എന്ന് സ്ഥാപിക്കാൻ എത്രയോ കാലമായി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. 1974 ആദ്യ രക്തസാക്ഷി പാലക്കാട് കൊടുവായൂരിലെ സഖാവ് വേലായുധൻ മുതൽ ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരെ കൊച്ചനേനും KV സുധീഷും നാദാപുരത്തെ സജീവനും അങ്ങനെ എത്രയെത്ര സഖാക്കൾ നമുക്ക് പേരെടുത്ത് പറയാവുന്ന 32-ലധികം വരുന്ന സഖാക്കൾ ഈ കേരളത്തിന്റെ തെരുവിൽ കലാലയങ്ങളിൽ പ്രിയപ്പെട്ടവരെ സഹപാഠിയുടെ മാനം കാക്കാൻ, വിദ്യാർത്ഥികളുടെ അവകാശം കാക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ, അക്ഷരത്തിന്റെ വെള്ളി വെളിച്ചം കാക്കാനുള്ള പോരാട്ടങ്ങളിൽ പിടഞ്ഞു വീണവർ എത്ര പേരാണെന്ന് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചു. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. SFI മാതൃകാപരമായ തീരുമാനം സ്വീകരിച്ചു. അവർക്ക് കിട്ടാവുന്ന ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ SFI എന്ന പ്രസ്ഥാനത്തെ വളഞ്ഞാക്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി നാട്ടിൽ പറയാൻ രാഷ്ട്രീയ വിവേകമുള്ള ആളുകൾക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈ ഗവർണർ പൊക്കിക്കൊണ്ടുവന്ന കാവ്യവൽക്കരണത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ ഈ കേരളത്തിൽ രാവുകളെ പകലാക്കി നാടിന്റെ കലാലയങ്ങളിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ തീർത്തൊരു പ്രതിരോധത്തിനൊടുവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗം നടക്കുമ്പോൾ ആ സെനറ്റ് ഹാളിന് മുമ്പിൽ SFI നടത്തിയ ഒരു സമരമുണ്ട്. ഇവിടെ ലീഗിലും കോൺഗ്രസിലും മാനാഭിമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. അവിടെ സമരം നടന്നു. ആ സമരത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, അവിടെ യോഗം നടക്കുമ്പോൾ ആ യോഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികൾ, അധ്യാപക മണ്ഡലത്തിൽ വിജയിച്ചവർ, വിദ്യാർത്ഥി മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചവർ, വ്യത്യസ്ത ജില്ലകളുടെ പ്രതിനിധികൾ, ഇവരെല്ലാവരും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവിടേക്ക് വന്നു. അവരെല്ലാം SFIക്കാരെ കടത്തിവിട്ടു. പിന്നെ ഈ തലയ്ക്ക് സുഖമില്ലാത്ത ഗവർണറുടെ കത്തുമായിട്ട് ചിലവർ വന്നു. ആദ്യം ലീഗിന്റെ ആൾക്കാർ വന്നു. കത്ത് വാങ്ങി നോക്കി SFIയുടെ കുട്ടികള് ലീഗുകാരാണ്, ഗവർണറുടെ കത്തും കൊണ്ടാണ്, എന്നാലും വേണ്ട അകത്തേക്ക് കടന്നോ, SFIയുടെ ഔദാര്യാണ്, ഉള്ളിക്ക് കടത്തി. കോൺഗ്രസ്സുകാർ വന്നു, കത്ത് വാങ്ങി നോക്കി, കോൺഗ്രസ് ആണ്, ഗവർണറുടെ കത്തുണ്ട്. ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഈ അകത്ത് കടന്നോ. പിന്നെ മറ്റേ ചങ്ങായിമാർ വന്നു, കയ്യിൽ കെട്ടൊക്കെ കെട്ടിയിട്ട് കക്ഷത്ത് ഇഷ്ടികൊക്കെ വെച്ചിട്ട് ഈ സാധനമായിട്ട് വന്നപ്പോ SFIക്കാർ പറഞ്ഞു അവിടെ നിന്നാതി. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇവിടെ കോൺഗ്രസും ലീഗും, ഇവിടെ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും, അവിടെ നരേന്ദ്രമോദിയാണെങ്കിൽ ഇവിടെ പിണറായി മോഡിയാണെന്നുള്ള പൊല്ലും പൊലാട്ടും പുളിച്ചിപ്പൊന്നാരും ഈ നാട്ടിൽ പറയണ ലീഗും കോൺഗ്രസും ഈ നാട്ടിൽ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, SFIക്കാർ അവിടെ നടത്തിയ സമരത്തിൽ RSS സംഘപരിവാരത്തെ മാത്രം പുറത്തു നിർത്തി കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികൾ ഗവർണറുടെ നോമിനികളായി വന്നിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്കകത്തു കടക്കാമെന്ന് പറഞ്ഞ ആ SFI കുട്ടികളുടെ ഉന്നതമായ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം K സുധാകരനും VD സതീശനും മനസ്സിലാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 100 ജന്മം ഈ നാട്ടിൽ ജനിച്ചാലും ആ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇതാണ് SFIയും ഈ നാട്ടിലെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഉയർത്തുന്ന രാഷ്ട്രീയമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗവർണറെ കൊണ്ടും കൂട്ടിയാ കൂടില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പൊ അവരെന്തൊക്കെ ചെയ്തു? സഹകരണ മേഖല തകർക്കാൻ നോക്കി. ഇങ്ങോട്ട് തരാനുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചു. വിഹിതം തടഞ്ഞു, പദ്ധതി വിഹിതം തടഞ്ഞു. 61,134 കോടി രൂപ ഈ കേരളത്തിന് തരാനുള്ള കേരളത്തിന്റെ വിഹിതം ഇവര് തടഞ്ഞു വെച്ചു. നമ്മൾ ഇവര് തറവാട്ടു സ്വത്തല്ല ചോദിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളത്തിൽ നിന്ന് 1 രൂപയുടെ നികുതി പിരിക്കുമ്പോ കേരളത്തിന് 19 പൈസയും രാജസ്ഥാനിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോ 2 രൂപ 48 പൈസയും കൊടുക്കുന്നത് അനീതിയാണ്. ഈ കേരളത്തിന് തരാനുള്ള 61,143 കോടി രൂപ കേരളത്തിന് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പിണറായി വിജയന്റെ വീട്ടിക്ക് കൊണ്ടുപോകാനല്ല. ഈ നാട്ടിലെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനാണ്, നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാനാണ്, നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനത്തിനാണ്, ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനത്തിനാണ്. ഈ കേരളം ക്ഷേമ കേരളമായി നിലനിൽക്കാനാണ്. ആരെങ്കിലും പറയുമോ? ഇവിടുന്ന് 10-18 വാഴകൾ അവിടേക്ക് പോയിരുന്നല്ലോ ഈ കേരളത്തിൽ നിന്ന്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് ഈ ചങ്ങായി പറഞ്ഞിട്ടുണ്ടോ? ഇവിടുന്ന് മലയാളികളുടെ വോട്ടും വാങ്ങിയിട്ട് അവിടെ ഉണ്ടം പോരിയും കഴിച്ച് നടന്നിട്ട് ഈ വയനാട്ടിലേക്ക് എത്ര തവണ വന്നു? 5 കൊല്ലത്തിന്റെ ഇടയിൽ എത്ര തവണ വന്നു? എത്ര തവണ വന്നിട്ടുണ്ടാവും? 4-5 തവണ ഇവിടേക്ക് വന്നത്. ഇതിനാണോ ജനപ്രതിനിധി? ഇന്ത്യയിൽ നല്ല പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ പ്രിയപ്പെട്ടവരുടെ ഹാജരുണ്ടോ? ഇല്ല. ഈ ചങ്ങായി കുറച്ചാലും കൂടെ തന്നെ നടന്നിരുന്നില്ല.
ഇവിടുന്ന് ജയിച്ചു പോയിട്ട് 4ാം ക്ലാസ്സിലെ കുട്ടികൾ ബലൂൺ വാങ്ങി തരുന്ന് പൂരത്തിനോട്ട് പറഞ്ഞ വാങ്ങിക്കൊടുക്കാൻ ഞാൻ വീട്ടുകാരോട് ദേഷ്യപ്പെടുന്ന പോലെ ഈ കിഞ്ഞിന് കഴിയില്ലാത്ത മുണ്ടും മടക്കി കുത്തിപ്പോയ ചെങ്ങായിയുടെ പേരാണ് ഈ രാഹുൽ ഗാന്ധി. ഇവരാണോ ഈ നാടിനെ നയിക്കാൻ പോണവര്? നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ടത് ഇവര് തരുന്നില്ല. 61,134 കോടിയില് UGC ശമ്പളത്തിന്റെ കുടിശ്ശികണ്ട്, നെല്ലെടുത്ത വകയുള്ള കുടിശ്ശികണ്ട്, ഉച്ചഭക്ഷണത്തിന്റെ കുടിശ്ശികണ്ട്, നമ്മുടെ GST വിഹിതമുണ്ട്, കടമെടുപ്പിന്റെ പരിധി വെട്ടി കുറച്ചെന്റെ പണമുണ്ട്. ഇതെല്ലാം കൂടി തന്നാൽ ഒരു 50,000 കോടി ഈ കേരളത്തിന് ബാധ്യത ഉണ്ട്. ബാക്കി 11,134 കോടി രൂപ നമ്മുടെ ഖജനാവിൽ മെച്ചുണ്ടാവും. ഇപ്പൊ പെൻഷൻ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കറുത്ത പ്രൈസിയറായിട്ട് വരുന്ന മറിയാമ്മ ചേട്ടത്തിമാരോട് ഞങ്ങൾ പറയാ, ഈ പൈസ മുഴുവൻ തന്ന ആളുകൾക്ക് 2,500 രൂപ പ്രതിമാസം ഈ കേരളം പെൻഷൻ കൊടുക്കും. ഇടതുപക്ഷാണ് വാങ്ങാനത് പറയാൻ വിലപേശാൻ ഈ നാടിന്റെ തെരുവിലിറങ്ങാൻ. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനും ലീഗിനും വലതുപക്ഷത്തിനും നട്ടല്ലുണ്ടോ? ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ട് നമ്മുടെ നാട്ടിൽ കേരളം തകരണമെന്ന അമ്മായിയമ്മ ചത്താലും ശരി മരോളുടെ കണ്ണീര് കണ്ടാതീന്ന ഇതാണ് ഇവരുടെ നിലപാട്. കേരളം തകരണമെന്ന. ഈ കേരളം തകർന്നോ? കേരളം തകരുമോ? നിങ്ങൾക്കൊരു തർക്കം വേണ്ട. 2 മാസത്തെ പെൻഷൻ എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേരളം കൊടുക്കും. ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. 5 മാസത്തെ പെൻഷൻ ഫണ്ട് 2 മാസത്തെ കൊടുക്കും, ബാക്കിയും കൊടുക്കും. ഈ നാളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പെൻഷൻ മുടങ്ങാൻ പോവുകയാണെങ്കിൽ പെൻഷൻ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മാസം മാസം കിട്ടേണ്ടതാന്ന് ആളുകളെ പഠിപ്പിച്ച നമ്മളാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ എന്ന കാര്യം ആളുകൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. 18 മാസം ആൾക്കാർ മറന്നിരുന്നു. ഇത് മാസം മാസം കൊടുത്ത് ആളുകൾക്ക് ശീലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അവർക്ക് അവകാശപ്പെട്ടതെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അത് കൊടുക്കും. ഒരു തർക്കം വേണ്ട. നമ്മുടെ കടമെടുപ്പിന്റെ പരിധി കുറച്ചു, വികസനം തടയാൻ നോക്കി, എന്നിട്ട് വികസനം ഈ നാട്ടിൽ മുടങ്ങിയോ? ഇവിടെ ഒരു വികസനം നടക്കണില്ലേ? ആർക്കാ നിഷേധിക്കാൻ പറ്റുക? നിങ്ങൾ നോക്കി, ഈ കേരളത്തിൽ 6 വരി ദേശീയപാത ആദ്യ റീച്ചിന്റെ പണി ഇത് അവസാനിക്കാൻ പോവാ. 55,000 കോടി രൂപ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ഹൈവേ അതോറിറ്റിക്ക് സ്ഥലമെടുക്കാൻ അങ്ങോട്ട് പണം കൊടുത്തൊരു നാടിന്റെ പേര് ഇടതുപക്ഷ കേരളമാണ്. ആർക്കാ നിഷേധിക്കാനാവുക? ഈ കേരളം അടിമുടി മാറും. ഒരു തർക്കമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ മാറണം എന്ന് പറഞ്ഞത്? കഴിഞ്ഞ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ചേർന്നപ്പോ ഈ പാർട്ടി ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കി നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, നമ്മുടെ കേരളം വളർച്ചയുടെ പ്രത്യേകമായ ഒരു ഘട്ടത്തിലാണ്. ഈ നാടിന് ഇനി മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ചില പുതിയ പുതിയ വഴികൾ കണ്ടെത്തണം. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വേണം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി കേരളത്തിനും ഇന്ത്യക്കും പുറത്തു പോവാണ്. അവിടെ താമസാക്കാണ്, അവിടെ തൊഴിലെടുക്കാണ്, ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. നിങ്ങൾ ഈ കൊടിയത്തൂർ അങ്ങാടിയിൽ ഒരു സർവേ നടത്തി കണ്ടെത്തി ഞങ്ങൾക്ക് അറിയും, 300 വീട് പരിശോധിച്ചാൽ 50 വീട്ടിലെങ്കിലും പ്രായം ചെന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ, ചെറുപ്പക്കാരില്ല. 10, 15, 20 കൊല്ലം കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വീട്ടിലും ചെറുപ്പക്കാരില്ലാതെ വയസ്സായ ആളുകൾ മാത്രം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തകർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറും. കേരളത്തിലെ ഇടതുപക്ഷം തിരിച്ചറിഞ്ഞു, നമ്മുടെ കുട്ടികൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല, അവരെ ഇവിടെ നിർത്തണം. ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനാകണം. കുടുംബശ്രീ ഉപയോഗിച്ച് സർവേ നടത്തി, എന്റെ തൊഴിൽ എന്റെ അഭിമാനം സർവേ നടത്തി കണ്ടെത്തി ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള സ്ത്രീകൾ വീട്ടിൽ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിയുന്നതോടുകൂടി അടുക്കളയിൽ പുകയിൽ കരിഞ്ഞൊടുങ്ങുന്ന ജന്മങ്ങളായി നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെ ഈ നാടിന്റെ പുറത്തു കൊണ്ടുവരണം. അവരുടെ അധ്വാനത്തെ ഈ നാടിന് വേണ്ടി ഉപയോഗിക്കണം. അതിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വേണം. കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു നടപ്പിലാക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംരംഭക നാടായി നമ്മുടെ നാടിനെ മാറ്റണം. 1 കൊല്ലം സംരംഭക വർഷമായി ഈ കേരളത്തിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ചപ്പോ 1 ലക്ഷം സംരംഭകരെ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ 1,39,000 സംരംഭകം ഈ കേരളത്തിൽ ആരംഭിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സാധ്യമായി. കേരളം തിരിച്ചറിഞ്ഞു ചില കുറവുകൾ ഈ നാടിലുണ്ട്. ഏകജാലക സംവിധാനം വന്നു, ലൈസൻസ് എടുക്കൽ എളുപ്പത്തിലായി, ചെറുകിട സംരംഭകർ ഈ നാട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ടവർ, വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഉണ്ടായി. ഇങ്ങനെയൊക്കെ മുന്നേറ്റമുണ്ടെങ്കിലും നമ്മുടെ ഗതാഗത സൗകര്യം അപര്യാപ്തമാണ്. അപ്പോഴാണ് ഒരു അർദ്ധാതിവേഗ തീവണ്ടിപ്പാത എന്നൊരാശയം ഈ നാട്ടിൽ വന്നു. കേൾക്കേണ്ട താമസം കുറ്റിപുഴക്കാൻ ചിലൊരു കൂട്ടത്തോടെ നമ്മുടെ നാട്ടിൽ കൂടെ ഇറങ്ങി. എത്ര കാലം കഴിഞ്ഞാലും ഇത് ഈ നാട്ടിൽ വേണ്ടി വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ റോഡ് വീതി കൂട്ടുമ്പോഴും ചിലരെല്ലാം സ്ഥലം വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നതിന്റെ ആവശ്യമില്ല എന്നും നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാളവണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഓട്ടുപെരല്ലാതെ പട്ടപെര മാത്രമുള്ള കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഓടുപെരവുള്ള കാരണം കുറേശ്ശെങ്കിലും വണ്ടി ഓടിക്കാനുള്ള റോഡ് ഉണ്ടായതുകൊണ്ടാണ് തൃശ്ശൂരിന്നോ കോഴിക്കോട്ടുന്നോ ഫറോക്കുന്നോ ഓട് കൊണ്ടുവരുന്ന നമ്മുടെ നാട്ടിൻപുറത്തേക്ക് റോഡ് വേണം. ഇങ്ങനെ റോഡ് ഉണ്ടായതാണ്, ഇങ്ങനെ മാറ്റം വന്നതാണ്. ഇങ്ങനെ മാറ്റം ഇനിയും ഈ നാട്ടിൽ വേണ്ടിവരും. അപ്പോ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ വേദനകൾ
ഈ നാട്ടിൽ സഹിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അർദ്ധാതിവേഗ തീവണ്ടിപ്പാതയുടെ ഒരാശയം നമ്മുടെ നാട്ടിലുണ്ടായി. മറ്റെന്താണ്? ഈ ദേശീയപാതയുടെ കൂടെ 2 പാതയുടെ പണി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒന്നൊരു മലയോര ഹൈവേ. ഇപ്പൊ ആദ്യ റീച്ചിന്റെ പണി കഞ്ചിക്കോട് നിന്ന് കോഴിക്കോട്ടേക്ക് സർവേ നടത്തി സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചതിന് പണി നടക്കുക. ചരക്ക് ഗതാഗതം എളുപ്പത്തിലാക്കണം. കഞ്ചിക്കോട് എന്ന് പറയുന്നത് കേരളത്തിന്റെ വ്യവസായ ഇടനാഴിയാണ്. അവിടുന്ന് ചരക്ക് കടത്താൻ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗമുണ്ടാകണം. തടസ്സമില്ലാത്ത ഗതാഗത സൗകര്യം. ഈ കേരളത്തിൽ ഒരു മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. മറ്റൊന്ന് എന്താണ്? 671 കിലോമീറ്റർ ദൂരത്തിൽ ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ ആദ്യമായ ഒരു ജലപാത. ഇപ്പോൾ തന്നെ ഈ രാജ്യത്ത്, ലോകത്ത് വിനോദസഞ്ചാരികൾ ആദ്യം കണ്ടിരിക്കേണ്ട 50 ഇടങ്ങളിൽ ഒന്നായി ഈ കേരളം അടയാളപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, 671 കിലോമീറ്റർ ദൂരത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു ദേശീയ ജലപാത ഈ കേരളത്തോടോരം ചേർന്ന് അറബിക്കടലോരത്ത് ഇങ്ങനെ കടന്നു വരുമ്പോ 25, 10, 15 കിലോമീറ്റർ ഇടവിട്ട് പ്രാദേശികമായ ഭക്ഷണക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സാംസ്കാരിക രംഗങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി പ്രാദേശിക ടൂറിസം ഹബ്ബുകളായി ഈ കേരളത്തിന്റെ തീരദേശ മേഖലയെ ഈ മലയാളക്കര പുനരാഖ്യാനം ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, ലോകത്താകെയുള്ള വിനോദസഞ്ചാരികൾ ചിറക് വിടർത്തി പറന്ന് ഈ നാടിനെ ലക്ഷ്യമാക്കി കടന്നു വരുമ്പോ നിങ്ങളുടെ ഇന്ത്യൻ ഭരണാധികാരികൾ എത്രമേൽ ശ്വാസം മുട്ടിക്കാൻ പരിശ്രമിച്ചാലും കഴുത്തു പിടിച്ച് ഞെരിച്ചാലും ആഭ്യന്തരമായ ഉൽപാദനവും വരുമാനവും വർദ്ധിച്ച് ലോകത്തിന്റെ നെറുകയിൽ ഈ മലയാളത്തിന്റെ ജീവിതക്രമം പ്രിയപ്പെട്ടവരെ അത്യുന്നതങ്ങളിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷം ആവർത്തിച്ചുറപ്പിക്കുമെന്ന് ഈ നാടിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഇതിനെയെല്ലാം തകർക്കലാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നമ്മൾ കാണണം. നമുക്ക് വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാനും നിർവഹിക്കാനും കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തെ കേരളമായി നിലനിർത്താൻ, ഇന്ത്യ രാജ്യത്ത് ഇവരെടുക്കുന്ന നിലപാടുകൾക്ക് ബദലായി നിലപാട് സ്വീകരിക്കുന്ന ഒരു നാടായി ഈ കേരളത്തെ മാറ്റാൻ, ഉത്തർപ്രദേശിലേക്കാൾ RSSന് ശാഖയുണ്ടായിട്ടും ഈ കേരളത്തിന്റെ തെരുവിൽ നോമ്പെടുക്കുന്ന ഒരു മുസൽമാന്റെ വായിലേക്ക് ഒരു അരച്ചപ്പാത്തി തിരുകാൻ ആണൊരുത്തനായ RSSകാരൻ ഈ നാടിന്റെ തെരുവിൽ നടക്കാതിരിക്കാനുള്ള കാരണം ചുടാപ്പിക്കാരന്റെയും മുസ്ലിം ലീഗിന്റെ തേങ്ങാപ്പുള്ള പച്ചക്കൊടി കണ്ടല്ല, സഖാവി EMSന്റെ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന് ഈ നാടിന്റെ തെരുവിൽ വേരുള്ളത് കൊണ്ടാണ് എന്ന് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തെ ഇങ്ങനെ ഒരു കേരളമായി നിലനിർത്തുക തന്നെ വേണം. അങ്ങനെ നിലനിർത്തുക തന്നെ ചെയ്യും. നിങ്ങൾ നോക്കൂ, നാരീ ശക്തിയെക്കുറിച്ച്, സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് ഗീർവാണം പറയുന്ന ഈ പ്രധാനമന്ത്രിയോട് 100,000 ചോദ്യം ഈ നാടിന് ചോദിക്കാനാകണ്ടേ? ആസിഫയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ തെരുവിൽ ഗുജറാത്ത് വംശഹത്യയുടെ നാളിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട 13 പേരെ ചുട്ടരിക്കുമ്പോൾ കരയാൻ കണ്ണുനീരില്ലാതെ നിന്നൊരു ചെറുപ്പക്കാരി, 3 വയസ്സുകാരിയായ സ്വന്തം കുട്ടിയെ കാലുവാരി നിലത്തടിച്ച് തലച്ചോറും ചോരയും പൊട്ടിയൊഴുകുമ്പോ പെറ്റ വയറിനെ ശപിച്ചു നിന്ന നമ്മുടെ സഹോദരി. പ്രിയപ്പെട്ടവരെ, നീതിന്യായ വ്യവസ്ഥയിൽ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായ ആനി രാജയും സഖാവ് സുഭാഷിണി അലിയുടെയും പിന്തുണയോടെ സമരം നയിച്ച് കുറ്റവാളികളെ തുറുങ്കിലടച്ചപ്പോ ആ തുറുങ്കിലടച്ച കുറ്റവാളികളെ പുറത്തിറക്കി പൂമാലയിട്ട് സ്വീകരിച്ച ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് സ്ത്രീ ശക്തിയെ കുറിച്ച് പറയാൻ എന്താണ് അധികാരമെന്ന് ഈ നാടിന് ചോദിക്കാനാകണ്ടേ? 6.5 കോടി തൊഴിലുറപ്പുകാരുടെ തൊഴിൽ കാർഡ് റദ്ദു ചെയ്ത നരേന്ദ്രമോദിക്ക് സ്ത്രീ ശക്തിയെ കുറിച്ച് ഇവിടെ വന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമെന്ന് ഈ നാടിന് ചോദിക്കാനാകണ്ടേ? സ്വന്തം ഭാര്യയെ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിപ്പിച്ച് താൻ ബ്രഹ്മചാരിയാണ് എന്ന് കള്ളം പറയുന്ന ഈ നാടിന്റെ പ്രധാനമന്ത്രിക്ക് സ്ത്രീകളെ കുറിച്ച് പറയാൻ എന്താണ് അധികാരമെന്ന് ഈ നാടിന് ചോദിക്കാനാകണ്ടേ? സ്വന്തം ജീവിതകാലം മുഴുവൻ കളിക്കളത്തിൽ ഹോമിച്ച് ഈ രാജ്യത്തിനു വേണ്ടി കളിച്ച് അഭിമാനകരമായ നേട്ടം നേടിയ പുരസ്കാരങ്ങൾ ഒരു പെണ്ണുപിടിയനായ RSSകാരന് വിടുപണി ചെയ്യുന്ന ഭരണാധികാരികൾക്കെതിരെ തെരുവിൽ ഉപേക്ഷിച്ച് കരഞ്ഞു കലങ്ങി ഈ നാട്ടിലെ കളിക്കാരായ സ്ത്രീകൾ പിന്തിരിഞ്ഞു പോകുമ്പോ സ്ത്രീകളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമെന്ന് ഈ നാടിന് ചോദിക്കാനാകണ്ടേ? ചോദിക്കാതെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാനാകുമോ? ഈ നാട് അത് ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തെ കേരളമായി നിലനിർത്തണം. നമുക്കറിയാം, ഈ നാട് പപ്പടം പൊടിയുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ കിടന്നു പൊടിയില്ല. സംഘപരിവാരത്തിന് ഈ കേരളത്തെ പിടിക്കൽ എളുപ്പമല്ല. കാരണം ഈ കേരളം വേറെ കേരളമാണ്. ഗാന്ധിജി എന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന് രാജസ്ഥാനിലൊരു ചോദ്യ പേപ്പറിൽ തെറ്റായ ഒരു ചോദ്യം വന്നപ്പോൾ ജനുവരി 30 എന്നെഴുതി ഒരു മാർക്ക് വാങ്ങി വീട്ടിലേക്ക് തുള്ളിച്ചാടിപ്പോയ കുട്ടികളുണ്ട്. ഈ കൊടിയത്തൂരിലോ കോഴിക്കോടോ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പള്ളിക്കൂടത്തിൽ ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്നാണെന്ന് അക്ഷരത്തെറ്റുകൊണ്ടോ അച്ചടിപ്പിച്ചുകൊണ്ടോ ഒരു ചോദ്യം വന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു തർക്കവും വേണ്ട,
ഈ കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ സംഭാവന എന്താണെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നല്ല, നൂറല്ല, ആയിരമല്ല, 10,000-കണക്കിന് കുട്ടികൾ ഈ ക്ലാസ് മുറികളിൽ ഇടതു കൈയിൽ ഈ ചോദ്യ പേപ്പർ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി വലതു കൈയിന്റെ ചൂണ്ടാണി വിരലു ചൂണ്ടി അധ്യാപകരെ വിളിക്കും, മാഷേ ഈ ചോദ്യ പേപ്പറിൽ ഒരു തെറ്റുണ്ട്, ഗാന്ധിജി ആത്മഹത്യ ചെയ്തതല്ല, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതാണ് എന്ന് പറയുന്ന നല്ല മക്കളെ പറ്റ 10,000-കണക്കിന് പെറ്റ വയറുള്ള നാടാണ് ഈ കേരളമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജനാധിപത്യത്തിന്റെ ഉന്നതമായ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് മലയാളിയെ നടത്താൻ ഭരണനിർവഹണ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നാടിന്റെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ കൃമി കടിച്ച് ചെരുപ്പേറ് തുടങ്ങി. ഈ കേരളത്തിന്റെ തെക്കേ അറ്റത്തെത്തുമ്പോ മറിയാമ്മ ചേട്ടത്തിയുടെ കറുത്ത ബ്രേസിയറും പാവപ്പെട്ട സഹോദരിമാരുടെ അടിപ്പാവാടയും ഊരി ഈ കേരളത്തിന്റെ തെരുവിൽ സമരാഭാസം നടത്തിയ വലതുപക്ഷത്തോട് ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിനൊരു ചരിത്രമുണ്ടെന്ന്, ഈ കേരളം സമരത്തിന്റെ ചരിത്ര ഭൂമികയാണെന്ന്. അതുകൊണ്ട് ഈ നാട് നിങ്ങളെ കറുത്ത ബ്രേസിയർ കണ്ടാൽ വിറങ്ങലിച്ചു നിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത്. പ്രിയപ്പെട്ടവർ, ഇവിടെ കുട്ടിക്ക് മുല കൊടുക്കുമ്പോ ആ മുലയ്ക്ക് കരം പിരിക്കാൻ വന്ന ജന്മി തമ്പുരാക്കന്മാരുടെ മുന്നിലേക്ക് സ്വന്തം മുല ചേമ്പിന്റെ ഇലയിൽ അരിഞ്ഞു നീട്ടിക്കൊടുത്ത് ചോര വാർന്നു മരിച്ചൊരു നാടിന് മുലച്ചിപ്പറമ്പെന്ന് പേര് നൽകിയ നങ്ങേലിയുടെ നാടാണ് ഈ കേരളമെന്ന് ഈ എരപ്പകൾ മനസ്സിലാക്കണം. ഈ കേരളം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കി ഇവിടെ ഇങ്ങനെ കുഴഞ്ഞു വീഴുമെന്ന് നിങ്ങൾ കരുതരുത്. നിലത്ത് കുഴിയെടുത്ത് കുമ്പിളുകുത്തി കഞ്ഞി ഒഴിച്ചു കൊടുത്ത് മണ്ണ് കോരി കുടിക്കുന്നതിൽ ആത്മനിർവൃതി കൊള്ളുന്ന സംഘപരിവാരത്തിന്റെ ബോധ മനസ്സിലല്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പൂണോലിട്ട് ജനിക്കണമെന്നും അയ്യനെ നേരിട്ട് കാണണമെന്നും അതാണ് എൻ്റെ ആഗ്രഹമെന്നും ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരെ സംഭാവന നൽകി സ്വന്തം കാല് പിടിപ്പിച്ച് ആത്മനിർവൃതി അടയുന്ന 4 കിലോമീറ്റർ നടക്കുമ്പോ പതപതാന്ന് പതയൊഴിഞ്ഞു വരുന്ന പളപളപ്പുള്ള സിനിമാ നടന്മാരുടെ ബലത്തിലല്ല ഈ കേരളം അഭിമാനകരമായ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ജീവിച്ചു പോയൊരു കാലത്ത് വെള്ളക്കാരനെതിരായി പൊരുതി കണ്ണൂരിൽ കയ്യൂരിന്റെ ഗ്രാമത്തിൽ പ്രിയപ്പെട്ടവരെ കൊലക്കയറിലേക്ക് കടന്നു പോകുമ്പോ ആശ്വസിപ്പിക്കാൻ വന്ന അഭിമന്യരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് കാലിന്റെ മുട്ടുപറക്കാതെ നാവിടറാതെ ഒരു സഖാവ് പറഞ്ഞു, സഖാക്കളെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോവുക, അവിടെ എന്റെ ഒരു ഉമ്മയുണ്ട്, അവിടെ എന്റെ സഹോദരങ്ങളുണ്ട്, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നറിയില്ല, അവർക്ക് കർഷക സംഘം എന്താണെന്നറിയില്ല, അവരെ പഞ്ചായത്ത് മെമ്പർ ആക്കണമെന്നല്ല, അവർക്ക് സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കണമെന്നല്ല, അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർക്കണം, അവർക്ക് ഈ പാർട്ടിയെ കുറിച്ച് പഠിപ്പിക്കണം, അവരെ കർഷക സംഘത്തെ കുറിച്ച് പഠിപ്പിക്കണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെ ജനിക്കണം, ഈ ചെങ്കൊടി തന്നെ പിടിക്കണം. അന്നും വെള്ളക്കാരുണ്ടെങ്കിൽ ഈ കഴുമരത്തിലേക്ക് ഇതുപോലെ വലത് കൈ മുട്ടി ചുരുട്ടി പുഞ്ചിരിച്ച് എനിക്ക് കടന്നു പോകണം എന്ന് പ്രഖ്യാപിച്ച പള്ളിക്കൽ അബൂബക്കറിന്റെ കരുത്തിലാണ് ഈ കേരളം ഉണ്ടായതെന്ന് നീ ഇവിടെ യജമാനന്മാർ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കേരളം ഇന്നു കാണുന്ന കേരളമാകാൻ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം ഈ കേരളത്തിന്റെ തെരുവിൽ 1969 ഡിസംബർ അവസാനം ഈ നാട് കേട്ടിട്ടുണ്ട്. ആലപ്പുഴയിലെ മണലാരണ്യങ്ങളിൽ 14 ജില്ലകളിൽ നിന്നായി തടിച്ചുകൂടിയ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി മഹാനായ ഒരു മനുഷ്യൻ നടത്തിയ പ്രഖ്യാപനമാണ് എന്നെയും നിങ്ങളെയും ഈ നാടിനെയും ഉണ്ടാക്കിയത് എന്ന കൃത്യമായ ബോധ്യമുള്ള ഒരു സമൂഹം ഈ നാട്ടിലുണ്ട്. അന്ന് ആ മനുഷ്യൻ പറഞ്ഞു, കേരളത്തിലെ ഗവൺമെന്റ് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നിങ്ങളുടെ പ്രസിഡന്റ് ഒപ്പിട്ടാലുമില്ലെങ്കിലും 1970 ജനുവരി 1 എന്നൊരു ദിവസമുണ്ടെങ്കിൽ നടപ്പിലാക്കിയതായി ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം കേട്ട് അങ്ങ് വടക്ക് പാച്ചേനി കുഞ്ഞിരാമനും കേളുവെട്ടനും കേളപ്പനും സഖാവേ കടാരനും സൈതാലിക്കുട്ടിയും എംപിച്ചി ബാവയും ആലത്തൂർ അർക്കയും കുഞ്ഞിരാമൻ മാഷും AP വർക്കിയും മാമക്കുട്ടിയും PK ചന്ദ്രാനന്ദനും ചന്ദ്രസേനനും അങ്ങനെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിച്ചഭൂമിയിൽ പ്രവേശിച്ച് ചെങ്കൊടി നാട്ടി കുടില് കെട്ടി ഇത് ഭൂരഹിതന്റെ മണ്ണാണ് എന്ന് പ്രഖ്യാപിച്ച സമരത്തിന്റെ മുൻനിരയിൽ അങ്ങുതക്ക് മുടവൻ മകൾ കൊട്ടാരത്തിന്റെ മതിൽ കെട്ട് ചാടിക്കടന്ന് ഇതാണ് മിച്ചഭൂമി എന്ന് പ്രഖ്യാപിച്ച് സമരം നടത്തി ഏമാന്മാർ പിടിച്ചു കൊണ്ടുപോയി നട്ടപ്പാതിരക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടപ്പോ ഞാനല്ല നിങ്ങളാണ് നിയമം ലംഘിച്ചത് എന്ന് പ്രഖ്യാപിച്ച് കേസ് കഴിയുന്നത് വരെ വക്കീലില്ലാതെ സ്വയം വാദിച്ച് പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ തെരുവിൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച് പഞ്ചാബിന്റെ മണ്ണിൽ ഗോതമ്പ് കർഷകർക്ക് വേണ്ടി അമരാവതിയിലും ചുരുളി കീരിത്തോട്ടിലും കുടിയൊഴിപ്പിക്കലിനെതിരായി
ഇന്ത്യൻ പാർലമെന്റിൽ അടിയന്തരാവസ്ഥ കാലത്ത് സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചക്രവാളത്തിൽ ഒരു സൂര്യശോഭ പോലെ ജ്വലിച്ചു നിന്ന് പിൽക്കാല ചരിത്രത്തിൽ പാവങ്ങളുടെ പടത്തലവനെന്ന് അടയാളപ്പെടുത്തിയ സഖാവ് AKജിയുടെ കരുത്താണ് ഈ കേരളമെന്ന് നമുക്ക് പ്രഖ്യാപിക്കണം. പ്രിയപ്പെട്ടവരെ, ലോകത്തു മലയാളികൾ ഉള്ള കാലം ഒരു നറുചിരിയുടെ നന്മയായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, സഖാവ് EK നായനാർ. അന്ത്യയാത്രയിൽ അനന്തപുരിയിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് ഈ നാടിന്റെ രാജവീതിയിൽ നെഞ്ചത്തൊരു ദേശാഭിമാനി പത്രം മാത്രം വെച്ച് കടന്നുപോയ സഖാവ് നായനാരുടെ നന്മയാണ് ഈ കേരളമെന്ന് നമുക്ക് പ്രഖ്യാപിക്കണം. പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഈ നാടാകെ ഇരമ്പി മറിയുമ്പോ നമുക്ക് നമ്മുടെ കടമയും കർത്തവ്യവും നിർവഹിക്കാനാകണം. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്കെതിരായി ഈ നാടിന്റെ തെരുവായ തെരുവുകളിൽ ജനപക്ഷ പോരാട്ടങ്ങളുടെ മുന്നിൽ ഒരു കുന്തമുന പോലെ അധികാരഗർവിന്റെ ആയുധ കുമ്പാരങ്ങൾക്ക് മുന്നിൽ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയം പ്രഖ്യാപിക്കാൻ ഈ ചെങ്കൊടിയിൽ പ്രതീക്ഷയർപ്പിച്ച് നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ ഇടതടവില്ലാതെ നടന്നുപോയൊരു പോരാളി സഖാവ് ആനി രാജയാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് നമ്മുടെ ഗോതയിൽ ഇറങ്ങുന്നത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാടിന്റെ ചരിത്രം തിരുത്തിയവരാണ്. പോയ കാലത്ത് ഈ നാടിന്റെ നാട്ടിടവഴിയിലൂടെ നടന്നു പോയവർ, കാലിച്ചായ കുടിക്കാൻ പോലും കഴിവതില്ലാത്ത കാലത്തും ഈ ചെങ്കൊടി എന്തി ഈ നാട്ടിൽ രാഷ്ട്രീയം പറഞ്ഞവർ, അതിർത്തി തർക്കം പരിഹരിക്കാൻ, വീട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിലിടപെടാൻ, ഒരു മരണ വീടുണ്ടായാൽ കല്യാണ വീടുണ്ടായാൽ രാത്രി ഉറക്കമിളച്ചവിടെ നിൽക്കാൻ, ഒരു വഴിത്തർക്കം ഉണ്ടായാൽ പരിഹരിക്കാൻ, റോഡിന് സ്ഥലം വേണമെങ്കിൽ അത് സംസാരിക്കാൻ, അത് ഇടപെടാൻ, അതുണ്ടാക്കാൻ, ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ, പോലീസിൽ നിന്നൊരു കേസ് വന്നാൽ ആളുകളുടെ കൂടെ അവിടെ പോകാൻ, കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ അവരോടൊപ്പം ചെല്ലാൻ, ഒരു കല്യാണാലോചന വന്നാൽ ചെറുക്കന്റെ വീട്ടിലേക്ക് പോയി നോക്കാൻ, രക്ഷിതാക്കളുടെ കൂടെ പോകാൻ. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങളുടെ ഉപ്പായി നടന്ന്, നാട്ടിലെ ജനങ്ങളുടെ നിഴലായി നിന്ന്, നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പോകുമ്പോ ഈ ചെങ്കൊടി കെട്ടാൻ, പ്രിയപ്പെട്ടവരെ, ചീമൊക്കൊന്നയുടെ കമ്പ് വെട്ടാൻ, ഇരുള് പറയുമ്പോ ഈ ചെങ്കൊടി നാട്ടാൻ, കുഴിയെടുക്കാൻ, പ്രിയപ്പെട്ടവരെ, വിശന്ന് വയറൊട്ടുമ്പോഴും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പശ ഇങ്ങനെ ബാക്കി വരുന്ന പശ ഉടുമുണ്ടിൽ തുടച്ച് മുണ്ടു മുറുക്കി ഉടുത്ത് രാത്രികളെ പകലാക്കി ഈ നാടിന്റെ തെരുവിൽ നടന്നു പോയ പൂർവികന്മാരായ നമ്മുടെ പൂർവ്വസൂരികളുണ്ട്. അവരുടേതാണ് ഈ നാടെന്ന് നമുക്ക് പ്രഖ്യാപിക്കണം. അവർ നിന്ന വഴിയിൽ ഇങ്ങനെ വേരാഴ്ത്തി നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തണലായി ഒരു വടവൃക്ഷമായി പടർന്നു പന്തലിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം കൊണ്ടാണ് ഈ നാട്ടിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ, ഈ നാടിന്റെ രാഷ്ട്രീയത്തെ ഏറ്റുവാങ്ങാൻ, ഈ രാജ്യത്തെ തിരുത്താൻ, കേരളത്തിന്റെ അഭിമാനകരമായ ചുവന്ന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ഈ സായാഹ്നം ഈ നാടിന്, ഈ നാട്ടിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്, എന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് കരുത്താകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ കൊടിയത്തൂരങ്ങാടിയിൽ വരാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിലുള്ള അതിയായ സന്തോഷവും അഭിമാനവും സഖാക്കളുമായി പങ്കുവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ നിർത്തുന്നു. ലാൽ സലാം.